your mind to a limit where it needs to be. I work blind, got vision I don't need to see. I'm picking mind over matter, I believe in me. I need to find more hours in the day to breathe. Need to find more power in the way I be. And when my mind turns sour with the painful scenes, I need to scream out loud, I can't stop me. I wanna be the greatest like Rocky. You know I leave them all hating like a hobby. I'm out here making moves like a lobby. And if you ain't with me, it's your loss. See, I got my mind on the facts, I'm a python, grab what I like real fast. Stroke until I have everything I attack, everything that I lack, everything that I want. ഞാൻ ഹസീന ജബ്ബാർ ഹിദായാസ് ഹോം ഗാർഡനിൽ നിന്നും എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗാർഡനിലെ മറ്റൊരു വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗാർഡനിലെ മറ്റൊരു വെറൈറ്റി പ്ലാന്റിനെ പരിചയപ്പെടുത്താനാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു അതിസുന്ദരിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അരലേസിയ ഫാമിലിയിൽപ്പെട്ട ഹെഡ്ര ജനസിലുള്ള ഇംഗ്ലീഷ് ഐവി അല്ലെങ്കിൽ വാക്സ് ഐവി അല്ലെങ്കിൽ യൂറോപ്യൻ ഐവി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും അതൊരു ക്ലൈംബറാണ്, ക്രീപ്പറല്ല, ഒരു ക്ലൈംബറാണ്. പലരുടെയും പ്രശ്നം ഈ പ്ലാന്റ് വെച്ച് ഒരുപാട് പരാജയപ്പെട്ടു എന്നതാണ്. പക്ഷേ ശരിക്കും നമ്മൾ ഈ പ്ലാന്റിനെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും അതിനെ വേണ്ട രീതിയിൽ വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾക്കൊപ്പം കാണും. എൻ്റെ അടുത്ത് ഏകദേശം വന്നിട്ടൊരു 3 ഇയറായിട്ട് വളർന്നു നിൽക്കുന്ന പ്ലാന്റിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എന്തായാലും എൻ്റെ കയ്യിലുള്ള ഒരു 3 വെറൈറ്റി ഉണ്ട്. ഈ വാക്സ് ഐവിക്കകത്ത് വരുന്ന വാക്സ് ഐവി ഉണ്ട്, പിന്നെ അതിൻ്റെ വെരിഗേറ്റഡ് മാറ്റ് ഫിനിഷ് ലീഫുള്ള ഒരു ഐവി ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ലീഫുള്ള ഐവി ഉണ്ട്. അപ്പോൾ ഈ 3 പ്ലാന്റിനെ ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടിട്ട്. ഇതാണ് ഇംഗ്ലീഷ് ഐവിയുടെ ഹെഡ്ര നെപ്പലൻസിസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രീൻ ലീഫോട് കൂടിയ വെറൈറ്റി. ഇതിൻ്റെ ലീഫുകൾ ഒരു പ്രത്യേക ഷേപ്പോട് കൂടി വളരുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രത്യേകതയുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റിക്കിലൊക്കെ വളർത്തി പടർത്തി കയറ്റാം, അല്ലെങ്കിൽ ഭിത്തിയിൽ പടർത്തി കയറ്റാം. ഇത് ശരിക്കും വനങ്ങളിലും കാട്ടിലുമൊക്കെ വള്ളി പോലെ പടർന്ന് മുകളിലേക്ക് പോകുന്നൊരു പ്ലാന്റാണ് ഈ ഇംഗ്ലീഷ് ഐവി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി കാണാം. അപ്പോൾ ഗൈസ്, മറ്റൊരു വെറൈറ്റി ഇതാണ്. ഇത് ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞു. ഇത് നല്ല രീതിയിൽ ഇതുപോലുള്ള സ്റ്റിക്കിൽ വളർന്ന് മുകളിലേക്ക് പിടിച്ച് കയറുകയാണ്. ഇത് വാക്സ് കോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല. ഇതിൻ്റെ ലീഫ് നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ഇത് എനിക്ക് ഐവിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐവി ശരിക്കും ഈ ഒരു ഐവിയാണ്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജായി പോവുകയോ അല്ലെങ്കിൽ ഓവർ വാട്ടറിങ്ങിലൂടെ നഷ്ടപ്പെട്ടു പോവുകയോ ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഷെയ്ഡിലായിരിക്കണം നമ്മളിത് കീപ്പ് ചെയ്യേണ്ടുള്ളത്. ഇതിന് സൺലൈറ്റ് വളരെ കുറച്ച് മതി, ഒരു മീഡിയം ലൈറ്റ് മതി. ഇതിന് മീഡിയം ലൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് എത്ര വർഷം വേണമെങ്കിലും നമുക്കൊപ്പം കാണും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലിട്ട് റൂട്ട് പിടിപ്പിക്കാം. പിന്നീട് അതുപോലെ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് നോർമൽ പോട്ടി മിക്സിൽ വെച്ചിട്ടും പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയിലേക്ക് പോകാം. ഇതുപോലുള്ള തൈകൾ ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇതുപോലെ വളർത്തിയെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 6 മന്തോളം ആയി, കാരണം കുറച്ച് സ്ലോ ഗ്രോത്താണ്. അതിൻ്റെ മറ്റൊരു പ്ലാന്റാണ് ഇത്, കണ്ടില്ലേ? ഇത് ശരിക്കും ഇത് കൂടുതലും വയനാടൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത്. നല്ല തണുത്ത ഒരു ക്ലൈമറ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. അധികം ചൂട് പാടില്ല. ചൂടടിച്ചാൽ ഇതുപോലെ ഇലകളൊക്കെ കരിഞ്ഞ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഇനി നിങ്ങൾക്ക് അടുത്തതായി നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ വാക്സ് ഐവിയാണ്. വാക്സ് ഐവി ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 3 ഇയറായിട്ട് അതിസുന്ദരിയായിട്ട് അവൾ എനിക്കൊപ്പം ഉണ്ട്. ശരിക്കും നിങ്ങളതൊന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ വാക്സ് ഐവിയുടെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഗെയ്സ്, ഇതാണ് എൻ്റെ വാക്സ് ഐവി. കണ്ടില്ലേ? ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി വാക്സ് ഐവിക്കകത്ത് ശരിക്കും വാക്സ് ഐവി ഇതുപോലെ വളരണമെങ്കിൽ നിങ്ങൾ വാക്സ് ഐവി വളർത്തുമ്പോൾ ഇതിനെ താഴേക്ക് ഒരിക്കലും വളർത്തരുത്. ഇതിന് മുകളിലോട്ട് പോകാനാണ് എപ്പോഴും ടെൻഡൻസി. ഇത് മുകളിലേക്ക് തന്നെ ഇതിനെ പടർത്തി കയറ്റി വിടുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊപ്പം ഇത് നിലനിൽക്കത്തുള്ളൂ. ഇത് ഏകദേശം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 2 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ ഐവിയൊക്കെ ഇനി താഴോട്ട് വളർന്നിട്ടുള്ള ഐവി ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ മുകളിലേക്ക് ഒരു കയറൊക്കെ കൊടുത്ത് ഇതുപോലെ വളർത്തുക. ഇനി എനിക്കൊരു ഐവി തോട്ടം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഐവി തോട്ടത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മറ്റൊരു ഐവി കൂടെ കണ്ടിട്ട് ഐവി തോട്ടത്തിലേക്ക് പോകാം. ഇത് ഈ ഒരു ഐവി എൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം ഒരു 6 മന്ത് കഴിഞ്ഞാണോ അല്ലേ? ഒരു 6 മന്തൊക്കെ കഴിഞ്ഞാണ്. ഇതും അതുപോലെ തന്നെ കണ്ടില്ലേ, പടർന്ന് മുകളിലേക്ക് പോവുകയാണത്. അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ വിടുക.
നമ്മളതിനെ താഴേക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വളർത്തരുത്. ഇതിപ്പോൾ വളർന്ന് അങ്ങ് മുകളിലേക്ക് ഇങ്ങനെ പൊയ്ക്കോളും കേട്ടോ. പിന്നെ ശരിക്കും ivy പ്ലാന്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഇതിനകത്തൊരു യെല്ലോ ഫ്ലവർ ഇടാറുണ്ട്, എനിക്ക് ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്, എപ്പോഴൊന്നും ഫ്ലവർ ഇടത്തില്ല, എന്നാലും വളരെ റെയറായിട്ട് മാത്രം ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റാണ് ivy പ്ലാന്റ്. ഈ ivy വാക്സ് കോട്ടഡ് ആണ്. ഇതിൻ്റെ ലീഫ് നല്ല ഗ്ലേസിങ്ങോട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ivy തോട്ടത്തിലേക്ക് പോകാം. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands up. ഞാൻ പറഞ്ഞ എൻ്റെ ivy തോട്ടം ഇതാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ivy തോട്ടം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ivy തോട്ടത്തിൻ്റെ പൊസിഷൻ ഇതാണോ എന്നല്ലേ? ഇവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്ന പൊസിഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സൺലൈറ്റ് എൻ്റെ ivyക്ക് പറ്റുമോ എന്നല്ലേ? ഡയറക്റ്റ് സൺലൈറ്റും ഡയറക്റ്റ് മഴവെള്ളവും ivy പ്ലാന്റിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് വെയിലുള്ള ഭാഗത്ത് ivy പ്ലാന്റ് ഇടരുത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ജസ്റ്റ് വീഡിയോ പിടിക്കാൻ വേണ്ടി, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മനോഹാരിത ശരിക്കും നല്ലൊരു വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് ഇട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു പൊസിഷനിൽ എടുത്തിട്ടത്. ഞാൻ ivy പ്ലാന്റ് ഇടുന്നത് നിങ്ങൾ എവിടെയാണെന്ന് കണ്ടിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഷെയ്ഡ് ആയിട്ടുള്ള ഷെയ്ഡി ഏരിയയിലാണ് ഞാൻ എൻ്റെ ivy പ്ലാന്റ് ഇടുന്നത്. കാരണം അവിടെ ഡയറക്റ്റ് മഴവെള്ളം വീഴത്തില്ല, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കത്തില്ല, അതുപോലുള്ള പൊസിഷനിലാണ് ഇടുന്നത്. എന്തായാലും ഇതിന് ഓവർ വാട്ടറിങ് പാടില്ല. ഓവർ വാട്ടറിങ് ആവുകയാണെങ്കിൽ ഇത് ചീഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിനെ മുകളിലേക്ക് വളർത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ivy പ്ലാന്റ്സ് നിങ്ങൾക്കൊപ്പം നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനെ മുകളിലേക്ക് വളർത്തുക, അതുപോലെ തന്നെ ഷെയ്ഡ് ഏരിയയിൽ ഇടുക, അതുപോലെ തന്നെ ഓവർ വാട്ടറിങ് ഒഴിവാക്കുക. അപ്പം ഈ ivy പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ശരിക്കും ivy പ്ലാന്റ് ഇതുപോലുള്ള ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇതിനെ കട്ട് ചെയ്ത് പെട്ടെന്നൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു പോട്ട് ഹാങ് ചെയ്യാം. ഒരു എംറ്റി പോട്ട്, പോട്ടിംഗ് മീഡിയയോട് കൂടിയിട്ടുള്ള ഒരു പോട്ട് ഇവിടെ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു സ്റ്റെം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരെണ്ണം അഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്തിട്ട് ഒരു 2 വീക്കൊക്കെ ആകുമ്പോഴത്തേനും അതിലേക്ക് റൂട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെയാണ് ivy പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ റൂട്ട് പിടിപ്പിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ പോട്ടിംഗ് മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും കോക്കോ ചിപ്സ്, കോക്കോ പീറ്റും മണലും ചാണകപ്പൊടിയുമാണ്. ഈ ഒരു 3 പോട്ടിംഗ് മീഡിയയിൽ നന്നായിട്ട് വളരും ivy പ്ലാന്റ്. പിന്നെ വേറൊന്നും നോക്കാനില്ല. നിങ്ങൾ നോക്കേണ്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ഷെയ്ഡ് ഏരിയയിൽ ഇടുക, മറ്റൊന്ന് ഓവർ വാട്ടറിങ് ഒഴിവാക്കുക. ഇതിൻ്റെ മെയിൻ change, looking for pain, pulling a mob, pushing a train. I'll never stop, stick to a lane, pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test and expect nothing less. Your check is I'm chess, what's happening next? Yeah. He got the venom, a tangible weapon, no coming in second. This life is a lesson. He got a new engine from pain, that's a blessing. New focus, no guessing, just bold and obsession. All in his possession, you got their attention. I'll leave an impression and take your redemption. Just kill no discretion. Your mind is a weapon. 11-11, it's time for progression. You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they're scheming. Better stand tall, ready for a fight, believe me. When they try the chains, you can say no, free me. So he's been looking for somebody who could save. അപ്പോൾ ഗെയ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ യൂറോപ്യൻ സുന്ദരിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റുകളുമായിട്ട് പുതിയ വീഡിയോസ് ചെയ്യണം. ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് നമ്മുടെ ഗാർഡനിൽ, ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ കുറച്ച് തിരക്കാണ്, കുറച്ച് പ്ലാന്റ്സിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ്. പിന്നെ കുറച്ച് പ്ലാന്റ് കളക്ഷനുമായി
വർക്കുമായി ബന്ധപ്പെട്ടും കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും മാക്സിമം ചെയ്തിടാൻ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തിടുക. ഇനി എൻ്റെ സ്വപ്നങ്ങളെയും എൻ്റെ ലക്ഷ്യങ്ങളെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി കാണും വരെ ബൈ.